കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സർസൈസ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് സെൽഫായിട്ട് തന്നെത്താനെ എങ്കിലും ചെയ്ത് നോക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് പുതിയ പെർസ്പെക്റ്റീവ്സ് നോക്കാം. ഡിസയർ ലേണിൻ്റെ കുറച്ച് പുതിയ പെർസ്പെക്റ്റീവ്സ് നമുക്ക് നോക്കാം. എനിത്തിങ് ഓർ എവറിത്തിങ്, ഏതൊരു കാര്യമാണേലും നിങ്ങളത് വേണമെന്ന് ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടാണ്? അത് കിട്ടിയാൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നതിലും കുറച്ചുകൂടി ഒരു ഗുഡ് ഫീലിംഗ് നമ്മുടെ ജീവിതത്തിൽ വരും എന്നുള്ള തോന്നൽ കൊണ്ടാണ്. ലോങ് സ്റ്റോറി ഷോർട്ട്, ഇമോഷൻസ് ആണ് ഉള്ളി മോട്ടിവേറ്റർ. നമസ്കാരം, ഞാൻ വിഷ്ണു നാരായൺ. വിഷ് ഫോർ എക്സിന് മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മനസ്സിനെ മനസ്സിലാക്കുക, പരിശീലിപ്പിക്കുക, അതിലൂടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ചാനലാണിത്. ഫീൽ ഗുഡ് എന്ന് പറയുന്ന കാര്യമാണ് നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് വേണ്ടത്. പല പല റൂട്ട്സ് ആയിരിക്കും നമ്മളതിലേക്ക് നോക്കുന്നത്, പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫീൽ ഗുഡ് മാത്രമായിരിക്കും. ഒരു ഡിഫറൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഫീൽ ഗുഡ് വേണം, അതിൽ ഒരു രീതിയിൽ വേണം ഫീൽ ഗുഡ് വരണം. അത് എന്താ പറയുക, ഒരു പേഴ്സണോ സിറ്റുവേഷനോ എക്സ്പീരിയൻസോ ഒരു പർട്ടിക്കുലർ വേയിൽ സംഭവിക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ഫീൽ ഗുഡ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ ലൈഫിൽ ഉണ്ടാകുന്ന കണ്ടീഷൻസ്, നമ്മൾ വിശ്വസിക്കുന്നത് ഈ ലൈഫിൽ ഉണ്ടാകുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ അല്ലെങ്കിൽ കണ്ടീഷൻസ് ചേഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഫീൽ ഗുഡ് ഉണ്ടാവുകയുള്ളൂ എന്നാണ്. അത് ശരിക്കും തെറ്റാണ്. ഈ പറയുന്ന ഒരുപാട് ഫിലോസഫി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കണ്ടു നോക്കുക, മനസ്സിലാവും. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. നമുക്ക് ഫീൽ ഗുഡ് ആകണമെങ്കിൽ ലൈഫിലെ കണ്ടീഷൻസ് മാറണം എന്നുള്ളതൊരു മിഥ്യാബോധമാണ്. നമുക്ക് ചൂസ് ചെയ്യാം, ഫീൽ ഗുഡ് ആകാൻ നമുക്ക് ചൂസ് ചെയ്യാം, നമുക്ക് പോസിറ്റീവിൽ ഫോക്കസ് ചെയ്യാൻ നമുക്ക് ചൂസ് ചെയ്യാം, നമുക്ക് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആകാൻ നമുക്ക് ചൂസ് ചെയ്യാം. ഒരു കോൺവെർസേഷൻ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ടോക്സിക്കായി നമുക്ക് തോന്നി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് ചൂസ് ചെയ്യാം. ഒരു സിറ്റുവേഷൻ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു പോകാൻ നമുക്ക് ചൂസ് ചെയ്യാം. ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല നമുക്ക് കാണണ്ടാന്ന് നമുക്ക് ചൂസ് ചെയ്യാം. വേറൊരു രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജീവിതശൈലി നമുക്ക് ചൂസ് ചെയ്യാം. ഇതൊന്നും മാജിക്കല്ല, പ്രാക്ടീസ് എടുക്കുന്നത് മാത്രം. നിരുപാധികമായ കണ്ടീഷൻ ഇല്ലാത്ത, ഉപാധികളില്ലാത്ത ഹാപ്പിനെസ് നമുക്ക് മനസ്സിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ പറയാം, ഒരു ചെറിയൊരു കഥ പോലെ നിങ്ങൾ കേട്ടു നോക്കൂ. നിങ്ങൾ ഒരു മുറിയിലിരിക്കുന്നു, ഞാൻ ആ മുറിയിലേക്ക് കയറി വരുന്നു. എൻ്റെ കയ്യിൽ ഒരു ഫുൾ പ്ലേറ്റ് ഓഫ് നാരങ്ങയുണ്ട്, നല്ല വലിയ ജ്യൂസുള്ള യെല്ലോ കളറിലുള്ള നാരങ്ങ. ഞാൻ ആ മുറി കയറിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ നാരങ്ങയുടെ സ്മെല്ല് വന്നു. ആ സ്മെല്ല് നിങ്ങൾക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ആ നാരങ്ങ കട്ട് ചെയ്യാൻ ഓരോന്നോരോന്നായിട്ട് പതുക്കെ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുമ്പോൾ ആ നാരങ്ങയുടെ ജ്യൂസ് തെറിക്കുന്നുണ്ട്, പതുക്കെ പതുക്കെ തെറിച്ച് ആ പ്ലേറ്റിലൊക്കെ വീഴുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആ നാരങ്ങയുടെ ഒരു ഹാഫ് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്തു. നല്ല പുളി, നല്ലപോലെ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്തിട്ട് മറ്റേ കഷ്ണം നിങ്ങൾക്ക് വന്നു. നിങ്ങളും അത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല പുളി ഫീൽ ചെയ്തു, വായിലൊക്കെ നല്ലപോലെ വെള്ളം വന്നു. ഈ സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങളുടെ വായിലും വെള്ളം വന്നില്ലേ? വന്നു. അതെന്തുകൊണ്ടാണ് വായിൽ വെള്ളം വന്നത്? നമ്മുടെ ബ്രെയിൻ ഫീൽ ചെയ്തു. അതില്ലെങ്കിൽ പോലും ബ്രെയിൻ അവിടെ ഫീൽ ചെയ്തു. നമ്മൾ വായിൽ നാരങ്ങ ഇട്ടതായിട്ട് ബ്രെയിനിന് ഫീൽ ചെയ്തു. ആ ബ്രെയിനിന് ഡിഫറൻസ് അറിയില്ല, യഥാർത്ഥ റിയാലിറ്റി നടന്നു, ഈ വന്ന കാര്യങ്ങളായിട്ടുള്ള റിയാലിറ്റി അറിയില്ല. ഇതുപോലെ തന്നെയാണ് ഇമോഷൻസിൻ്റെ കാര്യം. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളൊന്ന് അസ്യൂം ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ ഒരു ദിവസം രാവിലെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നു, ഓഫീസിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് ഗ്ലൂമി ആയിട്ടിരിക്കുന്നു. നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നു ആരാണ്? അത് നിങ്ങളുടെ മക്കളാകാം, അച്ഛനാകാം, അമ്മയാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, ആരുമാകാം. ഏറ്റവും പ്രിയപ്പെട്ടവനെന്ന് കരുതുന്ന ഒരാളുടെ ഫോൺ വന്നു. ഫോൺ വന്നതിന് ശേഷം നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം അവർ പറയുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കുട്ടി എൻട്രൻസ് എക്സാം എഴുതിയിട്ട് നിൽക്കുന്നു. അവരുടെ റിസൾട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ റിസൾട്ട് എന്താണെന്ന് നമുക്കുള്ള ടെൻഷനിലാണ് നമ്മൾ പോയത്, ഓഫീസിൽ പോയത്. അവിടെ ചെന്നു, ഇതാ കോള് വരുന്നു, മോളാണ് അല്ലെ മോനാണ് വിളിക്കുന്നത്. എൻട്രൻസ് എക്സാം റാങ്കോടെ പാസ്സായിരിക്കുന്നു. അവരുടെ കുട്ടിയുടെ ഡ്രീം ആയിരുന്നു അത് കിട്ടി എന്ന് കേൾക്കുമ്പം നമുക്കൊരു മനസ്സിന് സന്തോഷം വരും. നിങ്ങൾ ഇത്രയും ആഗ്രഹിച്ചിരിക്കുന്നൊരു കാര്യം ഫോൺ വിളിയോടെ നിങ്ങളത് കേൾക്കുന്നു, സന്തോഷിക്കുന്നു. നിങ്ങൾ അത്രയും ആഗ്രഹിച്ചിരിക്കുന്നൊരു കാര്യം ഇതാ നടക്കുന്നു.
നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ വേറൊരാളുടെ ആഗ്രഹം ഇതാ നടന്നു. അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നാൽ നമ്മുടെ ആ ഡള്ളായിരിക്കുന്ന അവസ്ഥ പെട്ടെന്നൊന്നും മാറും. അകാരണമായി ഡള്ളായിരിക്കുന്ന അവസ്ഥ, നമ്മളൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്കത് മാറില്ല. അങ്ങനെ ഓർത്താൽ മതി. ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ കുറേ നേരം ആ പാട്ടിലെ വിഷ്വൽസും ഒക്കെ ആയിട്ട് നമ്മൾ ആ പാട്ടിലുള്ളതായിട്ടും നമ്മൾ നല്ലൊരു സിനിമയിലുള്ളതായിട്ടും ഒക്കെ നമ്മൾ കുറേ നേരം സങ്കല്പിക്കാറുണ്ട്. അത് നമുക്കൊരു താൽക്കാലികമായിട്ടൊരു റിലീഫ് തരാറുണ്ട്. അങ്ങനെ തന്നെ കൂട്ടിയാൽ മതി. ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു എക്സസൈസ് നിങ്ങൾക്ക് തരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് വേണ്ട ഏറ്റവും അധികം നിങ്ങൾക്ക് വേണ്ട ഒരു ഫീലിംഗ് ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. അൺകണ്ടീഷണലി അത് എൻജോയ് ചെയ്യുക. അത് ഒരു സ്മോളർ പീസ് ഓഫ് ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുക. ഞാനൊരു കാര്യം ചെയ്യുന്ന ഒരു എക്സാമ്പിൾ വളരെ ഫ്രാങ്ക് ആയിട്ട് ഞാൻ പറയാം, ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറയാം. എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാമെന്നാണ്, അല്ലെങ്കിൽ ആൾക്കാരെ സെർവ് ചെയ്യാമെന്നാണ്. അതിൽ നിന്ന് കിട്ടുന്നൊരു കിക്ക്, അവരുടെ സന്തോഷത്തിൽ നല്ല അവരുടെ ചിരിയിൽ നിന്ന് കിട്ടുന്നൊരു കിക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഞാനതിനെ കാണുന്നത് എങ്ങനെ, സ്വപ്നം കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വർക്കൗട്ട് വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വീഡിയോ, അല്ലെങ്കിൽ ഈ വിഷ് ഫോർ എക്സിൻ്റെ ചാനൽ തന്നെ ഒരു ഹോളിവുഡ് ഡയറക്ടർ കാണുന്നു, അവർ അടുത്ത മൂവിയിലേക്ക് എന്നെ വിളിക്കുന്നു, ആ ബിഗ് ഹിറ്റാകുന്ന സിനിമ, അത് കഴിഞ്ഞൊരു അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാകുന്നു, വളരെയധികം വർഷത്തേക്ക് ഒരു കോൺട്രാക്റ്റ് കിട്ടുന്നു, ഫ്രീ ഫ്ലോയിങ് മണി ഉണ്ടാകും. ആ മണി വെച്ച് ഞാൻ ആൾക്കാരുടെ സ്വപ്നങ്ങൾ നിറവേറ്റുന്നു, ലോട്ട് ഓഫ് ചാരിറ്റി ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഞാൻ കാണുന്ന സ്വപ്നങ്ങളിൽ ഒരെണ്ണമാണത്. വേറെ ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ കാണാറുണ്ട്. എൻ്റെ പേരൻസ് വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞ് പാലായിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ, ഞാൻ പാലാക്കാണ്, പാലായിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയല്ലേ പോകണമെന്ന് പറഞ്ഞ് അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നു. എൻ്റെ കുട്ടികൾ എന്നെ റോൾ മോഡലായിട്ട് കാണുന്നു. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ പേരിൽ അറിയുന്നു, ഓ മഞ്ജുവിൻ്റെ ഹസ്ബൻഡ് ആണല്ലേ എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചറിയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ കാണാറുണ്ട്. ഇങ്ങനെയുള്ള എക്സ്ട്രാ തോട്ട്സ് ഒക്കെ എന്ന് പറയുന്നത് എനിക്കൊരു എക്സ്ട്രാ ഡോസ് ഓഫ് ഹാപ്പിനെസ് ആണ് കിട്ടുന്നത്. ഈ സ്വപ്നങ്ങൾ മാത്രം ഒതുങ്ങി സ്വപ്നജീവി ആകുകയല്ല ചെയ്യേണ്ടത്. ഞാൻ ഒരിക്കലും സ്വപ്നജീവി നിങ്ങളാകുകയും വേണ്ട. ഈ സ്വപ്നങ്ങൾ കുറച്ച് സന്തോഷം തരും. ചാരിറ്റി ആണെങ്കിൽ സന്തോഷം തരും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യഥാർത്ഥത്തിൽ കുറച്ച് ചാരിറ്റി ചെയ്യും, അതെനിക്ക് യഥാർത്ഥ സന്തോഷം തരും, മറ്റേത് എനിക്കൊരു ഫീൽ ഗുഡ് ഫിറ്റ്നസ് തരും. ഇതൊരു എൻ്റെ മാത്രം ഒരു ഷോർട്ട് കട്ടാണ്. നിങ്ങൾക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഷോർട്ട് കട്ടുകൾ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്യാം. അതിന് ഡീറ്റെയിൽ ആയിട്ട് ആ ഗോൾ എങ്ങനെ ചെയ്യണം എന്നുള്ള ഔട്ട്കം വീഡിയോസ് ഞാനുണ്ട്, ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഔട്ട്കം വീഡിയോസ് നോക്കുക. അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിർത്തുക. ഇനി എക്സസൈസ് ആയിട്ട് നമുക്ക് ഇത്തവണത്തെ എക്സസൈസ് നമ്മൾ പ്രിൻ്റ് ഔട്ട് ഒക്കെ എടുത്ത് ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറയുന്നത് അതെന്താണെന്ന് നോക്കാം. നിങ്ങളൊരു പേപ്പർ എടുത്ത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് എന്താണെന്ന് എഴുതി വെക്കുക. നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ ഫ്രണ്ട്സിന് ആർക്കും വേണേൽ കൊടുക്കാം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് വീടായിരിക്കും, ചിലർക്ക് ജോലിയായിരിക്കും, ചിലർക്ക് ഫാമിലി ആയിരിക്കും, ചിലർക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കും, ചിലർക്ക് പാഷൻ ആയിരിക്കും, ചിലർക്ക് കാശായിരിക്കും. ഇങ്ങനെ പല ആസ്പെക്ട്സ് ആയിരിക്കും ഉള്ളത്. അതെന്താണെന്നുള്ളത് എഴുതി വെക്കുക. ഇനി അതിൽ നിന്ന് എന്താണ് വേണ്ടത് അതാണ് നമുക്ക് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തിനാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അതിനെ റിലേറ്റ് ചെയ്യുന്നൊരു ഇമോഷൻ. ആ ഇമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് എഴുതേണ്ടത്. ആ ഓരോ കാര്യത്തിനും ഒരു 5 അല്ലെങ്കിൽ 10 ഇമോഷൻസ് എഴുതി വെക്കുക. കാരണം ആ ഇമോഷൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്കത് വേണ്ടത്. ഇനി ആ ഇമോഷൻസിലൂടെ പോവുക. ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഏത് ഇമോഷൻസ് ഉണ്ടായിരിക്കുന്നു എന്ന് നോക്കുക. ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുണ്ടായിരിക്കുന്ന ഇമോഷൻസ് നോക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്ത് വരണം മണിയാണ്, കാശ്. അതിൻ്റെ അകത്തുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് എനിക്ക് എഴുതാവുന്ന അതെന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടത്. കാരണം എനിക്കത് സെക്യൂരിറ്റി തരും, സെക്യൂർഡ് ആവും, സാറ്റിസ്ഫൈഡ് ആവും, കെയർ ഫ്രീ ആവും, കോൺഫിഡൻ്റ് ആവും, എനിക്കൊരു ഇൻഫ്ലുവൻസർ ആകാൻ പറ്റും, എനിക്ക് പവർഫുൾ ആയിട്ട് തോന്നും, എനിക്ക് ഒത്തിരി എക്സൈറ്റഡ് ആകാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇമോഷൻസാണ് ഞാനതിൽ എഴുതുന്നത്. ഇനി ഈ പറഞ്ഞ പോലെ ഞാൻ നോക്കി ഏറ്റവും കൂടുതൽ പ്രാവശ്യം എൻ്റെ എല്ലാ ആസ്പെക്ട്സും ഞാൻ എഴുതി വെച്ചു. അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഏതാണെന്നൊക്കെ ഞാൻ നോക്കി. ഇതുപോലെ ഓരോന്നിനും ഞാൻ ഫീലിങ്സ് എഴുതി വെച്ചു. അതിലൊരു എക്സാമ്പിളായിട്ട് ഒരെണ്ണം എഴുതുന്നത് സെക്യൂർഡ്. അങ്ങനെ വന്നിരിക്കട്ടെ. ഈ മണിയിൽ ഞാൻ പറഞ്ഞ സെക്യൂർഡ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സുരക്ഷിതത്വം അത് വന്നത്, അതൊരു ഫീലിംഗ് ആണ്. ആ ഫീലിംഗ് അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് മണി വേണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ ആലോചിക്കുകയാണ്, മണി ഇല്ലെങ്കിലും എനിക്ക് എങ്ങനെ ഒരു സെക്യൂർഡ് ആകാൻ പറ്റും. ഒരു നല്ല ജോലി ഉണ്ടെങ്കിൽ പറ്റും. കോൺഫിഡൻസ് വരുന്നത്, ഒരു പുതിയ സ്കില്ല് പഠിച്ചാൽ എനിക്ക് പറ്റും. പവർഫുള്ളായിട്ട് തോന്നുന്നു, നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ എനിക്ക് പറ്റും. ഇൻഫ്ലുവൻസർ ആകുന്നത്, നല്ലൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ പോലും എനിക്കൊരു നല്ല ഇൻഫ്ലുവൻസർ ആകാൻ പറ്റും. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഈ ഫീലിങ്സ് എല്ലാം ഈ മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങൾ മാത്രം കൊണ്ട് നേടാൻ പറ്റും എന്നുള്ള ചിന്ത മാറ്റാം. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോരുത്തർക്കും സ്പെസിഫിക് ആയിട്ടുള്ള അനാലിസിസ് കിട്ടും. അതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ട, എക്സസൈസ് ചെയ്യുക. അടുത്ത വീഡിയോയോടുകൂടി നമ്മുടെ ഡിസൈർ ലെയർ വൈൻഡപ്പ് ചെയ്യും. ഈ എക്സസൈസ് എല്ലാം നിങ്ങൾ പറയുന്ന എക്സസൈസ് എല്ലാം നിങ്ങൾ ചെയ്യണം. എങ്കിലേ നമുക്കതിൽ നിന്ന് മാക്സിമം ബെനിഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. So until we meet next time with another video, stay happy, keep smiling. Bye bye.
നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഷെയർ ചെയ്യുക. അവരും സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് വൈറസ് ഫ്രീ ടോക്സിക് ഫ്രീ പോസിറ്റിവിറ്റി കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്.